വൈകിയാണെങ്കിലും കൊൽക്കത്തയ്ക്ക് ഒരു വിന്നിങ് ഫോം കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അവസാനത്തെ 3 കളികളിൽ അവർക്ക് വിജയിക്കാനായിട്ട്, അതായത് തുടരെ വിജയിക്കാനായിട്ടും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പോയിന്റ് ടേബിളിൽ പ്ലേ ഓഫിന് ഒരു ചെറിയൊരു സാധ്യത നിലനിർത്താനും ഇതുമൂലം കൊൽക്കത്തയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് അവർ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിലവിലെ ഇൻഫോം സൈഡായിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനായിരുന്നു. പാറ്റ് കമിൻസ് കൂടി എത്തിയോട് കൂടിയിട്ട് നല്ല രീതിയിലാണ് ഹൈദരാബാദ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന. ബാറ്റിങ്ങിലും ബോളിങ്ങിലും അവരൊരു റിജുവനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോം കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടാണ് കളിക്കുന്നത്. പക്ഷേ കൊൽക്കത്ത ഇന്ന് വളരെ മെഷേഡായിട്ടുള്ള രീതിയിൽ തുടക്കത്തിലൊന്നും പതറിയെങ്കിലും, അതായത് നമുക്കറിയാം ഹൈദരാബാദിൻ്റെ ആ ഓപ്പണിങ്ങിലെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പെയറിന് ഏത് ബോളർമാർക്ക് ആയാലും ഒരു ഭയം ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു തുടക്കം അവർക്ക് കൊടുക്കാനായിട്ടും പറ്റി. ഹെഡായിരുന്നു കൂടുതൽ അഗ്രസീവായിട്ട് കളിക്കുന്നത്. സീസൺ പകുതി കഴിഞ്ഞതോട് കൂടിയിട്ട് ഹെഡ് ഇപ്പോൾ നല്ല ഫോമിലാവുന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹൈദരാബാദിന് വേണ്ടിയിട്ട് അഭിഷേക് ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഫോം ഔട്ട് ആവുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആദ്യത്തെ വിക്കറ്റിൽ 44 റൺസിൻ്റെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേർക്കും സാധിച്ചു. അതിനുശേഷം അഭിഷേകിൻ്റെ വിക്കറ്റ് കാർത്തിക് ത്യാഗി എടുക്കുന്നതായിട്ട് കണ്ടു. പിന്നീട് വന്ന് ഇഷാൻ കിഷനെ കൂട്ടുപിടിച്ചാണെങ്കിലും ഹെഡ് തകർത്തടിച്ചിട്ട് ഈ കളിയിലും കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 50s അദ്ദേഹം നേടി. അങ്ങനെ നേടി നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹൈദരാബാദിൻ്റെ ആ ഒരു സ്കോർ ബോർഡ്. 105 റണ്ണ് 9ാമത്തെ ഓവറിൽ അവരെത്തി നിൽക്കുമ്പോൾ ഇനി അവർക്ക് ഈ ഒരു കളിയിലും, അതായത് ബാക്കി 11 ഓവർ എടുക്കുന്നതിൽ തകർത്തടിച്ചിട്ട്, അതിൽ അവരിൽ ഓൾറെഡി ബാറ്റ്സ്മാൻമാരുണ്ട്. ഹെൻറിച്ച് ക്ലാസൻ അടക്കമുള്ള ബാറ്റ്സ്മാൻമാർ, അനികേത് വർമ്മ, സലിൽ അറോറ, ഇതുപോലെ തകർത്തടിക്കുന്ന ഒരുപാട് ബാറ്റ്സ്മാൻമാർ അവരുടെ നിലയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 200-നടുത്തുള്ള സ്കോർ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഏകദേശം 9 ഓവറിൽ 105 കടന്നോടുകൂടി. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ് വരുന്നുണ്ടായിരുന്നത്. ഹെഡിൻ്റെ വിക്കറ്റ് അവിടെ നഷ്ടപ്പെട്ടു. 105-ന് 2ാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. പിന്നീടുള്ള 9 ഓവർ അവർ 20 ഓവർ പോലും തയ്ച്ചില്ല. 19ാമത്തെ ഓവറിൽ ഹർഷൽ പട്ടേലിൻ്റെ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ സ്കോർ ബോർഡിൽ 165 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 105 റൺസ് എടുത്തതിന് ശേഷം അടുത്ത 10 ഓവറിൽ വെറും 60 റൺസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ നിരയിലുള്ള എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. 9 വിക്കറ്റുകൾ ആ ഒരു പീരീഡിൽ അവർക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം മുംബൈ ചെന്നൈ കളിയിലും ഇതുപോലൊരു കൊളാപ്സ് സിമിലർ ആയിട്ടുള്ള കണ്ടിരുന്നു. മുംബൈയുടെ ബാറ്റിംഗ് നിര ഇതുപോലെ നന്നായി അടിച്ച് കളിക്കുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഇന്നിങ്സിൻ്റെ ആ സെക്കൻഡ് ഹാഫ് തുടങ്ങിയോട് കൂടിയിട്ട് വിക്കറ്റുകളെല്ലാം നഷ്ടപ്പെടുന്നു, സ്കോർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഈ ഒരു കളിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റി. ഇപ്രാവശ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിനായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വിക്കറ്റ് പോകുന്നതിൻ്റെ ഇടയിലും ഇഷാൻ കിഷൻ ഒരു സ്ഥലത്ത് നിന്നിട്ട് കുറച്ചുകൂടി റണ്ണ് ഇങ്ങനെ കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കിഷൻ ആണെന്നുണ്ടെങ്കിലും കാര്യമായിട്ട് സപ്പോർട്ട് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ക്ലാസിൻ്റെ ക്യാച്ച് ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു. അത് റോമാൻ പഹൽ ഒരു അൺബിലീവബിൾ ക്യാച്ച് എടുത്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു റണ്ണ് പുഷ് ചെയ്യാനായിട്ട് സൺറൈസേഴ്സിന് പറ്റുമായിരുന്നു. എന്നിരുന്നാൽ പോലും അവർക്ക് ആ ഒരു 165 എന്നുള്ള സ്കോർ ലൈനിൽ സൺറൈസേഴ്സിനെ പിടിച്ചിർത്താനായിട്ട് പറ്റി. ആദ്യമായിട്ടാണ് ഈ സീസണിൽ സൺറൈസേഴ്സിൻ്റെ 10 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ 2-3 കളി പുറത്തിരുന്ന ഫിന്നലന് ഒരവസരം വീണ്ടും കൊടുക്കുന്നതായിട്ട് കണ്ടു. അജിങ്ക്യ രഹാനെയും, അതായത് അവർ ആദ്യത്തെ മത്സരത്തിൽ ആ ഓപ്പണിംഗ് പെയർ പിന്നെയും തിരിച്ചു വന്നു. ഒരാൾ നന്നായി അടിച്ചു കളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരാൾ കുറേ കൂടി ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോംബോ വന്നപ്പോൾ ആദ്യം അടിച്ചു കളിച്ചിട്ടുണ്ടായിരുന്നത് ഫിന്നലനായിരുന്നു. ഭേദപ്പെട്ട ഒരു തുടക്കം കൊൽക്കത്തയ്ക്ക് കൊടുക്കാനായിട്ട് ഈ രണ്ടുപേർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. 49 റൺസിനായിരുന്നു ആദ്യത്തെ വിക്കറ്റ് പോകുന്നത്. അതുവരെ ഫിന്നലനാണെന്നുണ്ടെങ്കിലും രഹാനെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്കോറിങ് ഉയർത്താനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫിന്നലന് 29 റൺസ് എടുത്ത് പുറത്തായി. പിന്നീട് വന്ന രഘുവംശിയും രഹാനെയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇന്നിങ്സിനെ തന്നെ ഡിഫൈൻ ചെയ്ത്. ഇവർ തമ്മിൽ ഒരു 84 റൺസിൻ്റെ നല്ലൊരു സ്റ്റാൻഡ് അവിടെ ഉണ്ടാക്കി. അതിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ കളിക്കാനോ അല്ലെങ്കിൽ പവർ ഹിറ്റുകൾ ഒരുപാട് അടിക്കാനായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല. ഗ്യാപ്പ് കണ്ടെത്തിയിട്ട് മോശം ബോളുകളെ പണിഷ് ചെയ്തിട്ട് കളിക്കാനാണ് ഇവർ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇന്നിങ്സ് ഇവർ രണ്ടുപേരും പുറത്തെടുത്തപ്പോൾ നല്ലൊരു പാർട്ട്ണർഷിപ്പും സെക്കൻഡ് വിക്കറ്റിൽ അവർക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റി. അതിൻ്റെ കൂടെ തന്നെ രഘുവംശിക്ക് 50 നേടാനായിട്ടും പറ്റി. 50 നേടാനായില്ലെങ്കിലും നല്ലൊരു ഇന്നിങ്സാണ് ആങ്കർ ചെയ്തിട്ട് അജിങ്ക്യ രഹാനെ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന റിങ്കു സിംഗിനും ക്യാമറൂൺ ഗ്രീനും ജസ്റ്റ് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. റിങ്കു സിംഗ് തന്നെ ഈ ഒരു കളിയിലും തൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പാർട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കണ്ടത്. കഴിഞ്ഞ 2 കളിയിലും കൊൽക്കത്ത ജയിച്ചിട്ടുണ്ടായിരുന്നത് റിങ്കുവിൻ്റെ മിഡിൽ തന്നെയായിരുന്നു. ഈ ഒരു കളിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഫിനിഷിംഗ് ടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് റിങ്കു തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്തെന്നാൽ 2 ടീമുകളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്ലാൻ കൂടിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് കൊൽക്കത്തയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിങ്ങിലുള്ള 2 റൈറ്റ് ഹാൻഡേഴ്സാണ്. ഹൈദരാബാദിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിങ്ങിൽ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. അതുകൊണ്ട് കൊൽക്കത്തയ്ക്ക് വേണ്ടി ബോളിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്ന സുനിൽ നാരായണനും ഹൈദരാബാദിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്ന അഭിഷേക് ശർമ്മയായിരുന്നു. അത് കാര്യമായിട്ട് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുത്തില്ല. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു സംഭവം കൂടി ഈ ഒരു കളിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിജയം കൂടി നേടിയിട്ട് അവർക്ക് 9 കളികളിൽ 7 പോയിൻ്റാണുള്ളത്. കൊൽക്കത്തയ്ക്ക് ഇനിയുള്ള എല്ലാ കളികളിലും ജയിച്ചാലാണ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ റിസൾട്ടും കൂടി അനുസരിച്ചിരിക്കും അവർ പ്ലേ ഓഫിന് എന്തെങ്കിലും
സാധ്യത കിട്ടുമെന്നുള്ളതല്ല. എന്തായാലും ഇനിയുള്ള കളികളിലെല്ലാം അവർക്ക് നന്നായി കളിക്കാൻ പറ്റും. സൺറൈസേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ 5 കളിയിലെ വിജയത്തിന് ശേഷമാണ് ഈ ഒരു തോൽവി വന്നിരിക്കുന്നത്. അത് അവരെ കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്നില്ല അവരുടെ ടോപ്പ് 4 ചേസിൽ. ഇനി വരുന്ന മത്സരങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 വിജയമെങ്കിലും നേടിക്കഴിഞ്ഞാൽ അവർക്കും ഒരു പ്ലേ ഓഫ് സ്ലോട്ട് ഏകദേശം ഉറപ്പിക്കാവുന്നതാണ്. സോ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക.